വീണ്ടും വാർത്തയിലേക്ക്. വനിതാ സംവരണ ബിൽ തള്ളിയതിന് പിന്നാലെ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ബിൽ സംബന്ധിച്ച ചർച്ചകൾക്ക് പിന്നാലെ വോട്ടെടുപ്പ് നടന്നപ്പോൾ ഇന്ത്യ സഖ്യം ബിൽ അട്ടിമറിക്കുകയായിരുന്നു. സഭാ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് ലോക്സഭ സൈൻ ഡേ ആയി പിരിഞ്ഞതായി സ്പീക്കർ അറിയിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ദിലീപ് കുറ്റിച്ചിൽ ചേരുന്നു. ദിലീപ്, ലോക്സഭ പിരിഞ്ഞിരിക്കുന്നു. നമ്മൾക്കറിയാം, വളരെ പ്രധാനപ്പെട്ട വനിതാ സംവരണ ഭേദഗതി ബിൽ ഇന്നലെ ലോക്സഭയിൽ അത് ചർച്ച നടക്കുകയും പിന്നീട് അത് വോട്ടെടുപ്പ് നടക്കുകയും ചെയ്തു. നമ്മുടെ രാജ്യത്തിന് ഏറ്റവും അനിവാര്യമായിരുന്ന ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം ആ ബിൽ പാസ്സാക്കാൻ അനുവദിച്ചില്ല. അത് രാജ്യത്തെ സ്ത്രീജനങ്ങളോടുള്ള അവഹേളനമാണ്, അല്ലെ അവർക്ക് എതിരായ അടിച്ചമർത്തൽ തുടരുന്നതിൻ്റെ നേർ സാക്ഷ്യമാണെന്ന് വരെ ഇന്നലെ BJP MPമാർ പാർലമെൻറ്റിൽ പ്രതിഷേധിച്ച് അവർ അക്കാര്യം പറയുകയും ചെയ്തു. പിന്നീട് അവർ അവിടെ പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ലോക്സഭ പിരിഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് ദിലീപ്? വിനോദ് സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ചരിത്ര പ്രാധാന്യപ്പെട്ട ഒരു ബില്ലാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ഒറ്റക്കെട്ടായി അതിനെ എതിർത്തിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ പാർലമെൻറ്റിൻ്റെ അംഗങ്ങളുടെ എണ്ണമെന്ന് പറയുന്നത് 528. ഇതിൽ ഈ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തവരുടെ എണ്ണം 298. ഇതിനെ പ്രതികൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്തവരുടെ എണ്ണമെന്നത് പ്രതിപക്ഷം ഇന്ത്യ സഖ്യങ്ങളുടെ എണ്ണമെന്ന് പറയുന്നത് 230. അങ്ങനെ മൊത്തം 528. ഇതിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 352 വോട്ട് കിട്ടിയാൽ മാത്രമേ ഈ ബില്ല് പാസ്സാക്കാൻ സാധിക്കുകയുള്ളൂ. നിർഭാഗ്യവശാൽ 52 വോട്ടിനാണ് ഭരണപക്ഷം കൊണ്ടുവന്ന ഈ ബില്ല് പരാജയപ്പെട്ടത്. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ ബില്ലിൻ്റെ പ്രസക്തി തന്നെയാണ്. വനിതാ സംവരണ ബില്ല് എന്തിനു വേണ്ടിയാണെന്നും അതിൻ്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായും വ്യക്തമാക്കിയത്. യാതൊരുവിധ ആശങ്കകളും പ്രതിപക്ഷം പറയുന്ന പോലുള്ള യാതൊരുവിധ ആശങ്കകളും ഈ ബില്ലിൽ ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ വോട്ടെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. നിങ്ങൾക്ക് മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ നിങ്ങൾ വോട്ട് ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയും അദ്ദേഹം ട്വിറ്ററിലൂടെ അല്ലെങ്കിൽ എക്സിലൂടെ ഉന്നയിച്ചിരുന്നു. അതും ഏറ്റവും പ്രധാനപ്പെട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് മനസാക്ഷിക്ക് നിരക്കാത്ത രീതിയിലാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം വോട്ടുകൾ രേഖപ്പെടുത്തിയത്. 352 ഭൂരിപക്ഷം കിട്ടേണ്ടത്. അതായത് പാർലമെൻറ്റിൽ ബില്ല് പാസ്സാക്കണമെങ്കിൽ 2/3 ഭൂരിപക്ഷം വേണം. ഇന്നലത്തെ പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണമെന്ന് പറയുന്നത് 528. അതിൽ 352 ഈ ബില്ല് പാസ്സാകുന്നതിന് വേണ്ടിയുള്ള ഭൂരിപക്ഷം. പക്ഷേ നിർഭാഗ്യവശാൽ 52 വോട്ടിൻ്റെ കുറവിനാണ് ഈ ബില്ല് തള്ളിയിരിക്കുന്നത്. അതിനുശേഷമാണ് BJP MPമാരും അതോടൊപ്പം തന്നെ NDA MPമാരും ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇത് ഭാരതത്തിലുള്ള വനിതകൾക്ക് നേരെയുള്ള ഈ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയൊരു തിരിച്ചടി എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയം, അതായത് പ്രതിപക്ഷം കാണിച്ച ഈ ഒരു നെറികേട് ഭാരതത്തിലെ വനിതകളെല്ലാം കാണുന്നു എന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. വിനോദ്, അതെ, പാർലമെൻറ്റിൽ ഇന്നലെയാണ് വനിതാ സംവരണ ഭേദഗതി ബിൽ അവതരിപ്പിച്ചത്. പക്ഷേ ഇന്ത്യ സഖ്യം ആ ബിൽ അവതരിപ്പിക്കാൻ അവർ വേണ്ട പിന്തുണ നൽകിയില്ല. അവർ വനിതാ സംവരണത്തെ അനുകൂലിക്കുന്നില്ല എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണം കൂടിയായി മാറി. എന്തായാലും ലോക്സഭ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിലീപ് കുറ്റിച്ചൽ.